إلا ليؤمنن به قبل موته ويوم القيامة يكون عليهم شهيدا. അഹ്ലെ കിതാബിൽ നിന്ന് ആരും തന്നെ അവശേഷിക്കുകയില്ല. ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതിഹി, അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ, അദ്ദേഹത്തിന്റെ മരണത്തിൽ വിശ്വസിക്കാതെ, അതിന് നേരെ തിരിച്ചെടുത്ത്, അഹ്ലെ കിതാബിൽ നിന്ന് ആരും തന്നെ വിശ്വസിക്കുന്നില്ല. ആരെ? ഈസാ നബി ഇറങ്ങി അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ അഹ്ലെ കിതാബിൽ ആരും തന്നെ അവശേഷിക്കുകയില്ല. അപ്പൊ ഈസാ നബി ആകാശത്ത് നിന്ന് ഇറങ്ങി വരും, വന്നിട്ട് എല്ലാ അഹ്ലെ കിതാബും വിശ്വസിക്കും. അങ്ങനെ അഹ്ലെ കിതാബ് വിശ്വസിക്കാതെ അദ്ദേഹത്തിന്റെ മരണം അതിനു മുമ്പ് സംഭവിക്കുകയില്ല എന്ന് അടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് സലഫിയുടെ വാദം. എന്റെ പ്രിയ സുഹൃത്തെ, നമ്മൾ രണ്ടുപേരും മുസ്ലിങ്ങളാണ്, ഖുർആനാണ് നമ്മുടെ പ്രമാണം. ഖുർആനെ തള്ളിയിട്ട് നമ്മൾ മറ്റ് വ്യാഖ്യാനങ്ങൾ ചെയ്യരുത്. ഈ ആയത്ത് താങ്കൾ ഓതിയത് 160-ാമത്തെ വചനമാണ്. 156-ാമത്തെ വചനത്തിൽ ഫലാ യുഅ്മിനൂന ഇല്ലാ ഖലീലയുടെ മേലെയുള്ള വാക്കിൽ ആ അഹ്ലെ കിതാബിൽ നിന്ന് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്നാണ്. മേലത്തെ ആയത്തില് അഹ്ലെ കിതാബിൽ നിന്ന് ഇല്ലാ ഖലീല, വളരെ കുറച്ച്, അറബി ഭാഷയുടെ പ്രയോഗമനുസരിച്ച് വളരെ തുച്ഛമായി ഇല്ല എന്ന് പറയുന്നതിന് സമാനമായിട്ടുള്ള എന്ന വാക്കിന്റെ പ്രയോഗം. അപ്പൊ അത്രേ അഹ്ലെ കിതാബ് വിശ്വസിക്കുകയുള്ളൂ എന്ന് ഓതി വന്നിട്ട് അതിന്റെ താഴെയുള്ള ആയത്തോതുമ്പോഴേക്കിന് എല്ലാ അഹ്ലെ കിതാബും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖുർആന്റെ മറ്റൊരായത്തോട് നമ്മൾ ഓതണ്ടേ? ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. ഇത് അല്ലാഹുവിൽ നിന്നല്ല വേറെ വല്ലവരിൽ നിന്നും വന്ന കിതാബായിരുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ഇതിൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭിന്നതകൾ, വൈരുദ്ധ്യങ്ങൾ കാണുമാറായിരുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കലാം അല്ല എന്ന് സ്ഥാപിക്കലല്ലേ ഇത്? 56-ാമത്തെ ആയത്തിൽ അഹ്ലെ കിതാബിൽ നിന്ന് ഏതാനും ചിലരല്ലാതെ ആരും വിശ്വസിക്കുകയില്ല എന്ന് പറയുകയും 60-ാമത്തെ ആയത്തിലെത്തുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമെന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളല്ലേ? അതിനെ എങ്ങനെയാണ് നിങ്ങൾ യോജിപ്പിക്കുക? മാത്രമല്ല, അഗ്റൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ ഇലാ യൗമിൽ ഖിയാമ, സൂറത്തുൽ മാഇദ 15-ാമത്തെ ആയത്ത്. ദൂതർക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ പരസ്പര വിദ്വേഷം ഖിയാമത്ത് വരെ നാം ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. അഹ്ലെ കിതാബ് മുഴുവൻ വിശ്വസിച്ചാൽ ഖിയാമത്ത് വരെ ഈ രണ്ട് കക്ഷികൾ എവിടെ നിൽക്കും? അൽഖൈനാ ബൈനഹുമുൽ അദാവത വൽ ബഗ്ളാ, സൂറത്തുൽ മാഇദയുടെ 65-ാം വചനം. അവർക്കിടയിൽ നാം പരസ്പരം വിദ്വേഷം ഇട്ടുകൊടുത്തിരിക്കുന്നു എന്ന് വീണ്ടും പറയുന്നു ഖുർആൻ. വിദ്വേഷം ഇട്ടുകൊടുത്തിരിക്കുന്ന, ഖിയാമത്ത് വരെ ഇട്ടുകൊടുത്തിരിക്കുന്ന ആ സമൂഹം ഇവിടെ നിലനിൽക്കുമ്പോൾ ആ വിദ്വേഷമിട്ട സമൂഹം വിശ്വസിക്കുകയും ചെയ്താൽ ഈ രണ്ടായത്തും എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ഖുർആൻ തന്നെ അതിനെ തള്ളുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വജായിലുൽ ലദീന തബഊക ഫൗഖൽ ലദീന കഫറൂ ഇലാ യൗമിൽ ഖിയാമ, നിന്നെ വിശ്വസിച്ച, നിന്നെ പിൻപറ്റിയ ആളുകൾക്ക്, നിന്നെ നിഷേധിച്ചവരുടെ മേൽ നാം മേൽക്കോയ്മ നൽകും ഖിയാമത്ത് വരെ. അപ്പൊ ജൂതരുടെ മേൽ, ക്രിസ്ത്യാനികൾക്ക് മേൽക്കോയ്മ നൽകുമെന്ന് പറഞ്ഞ ആ ആയത്തും മൻസൂഖാകുമോ? അപ്പൊ അഹ്ലെ കിതാബിൽ നിന്ന് എല്ലാവരും വിശ്വസിക്കുമെന്ന് എങ്ങനെ ഈ ആയത്തിന് അർത്ഥം കൊടുക്കാൻ കഴിയും? അതേ സമയത്ത് നോക്കുക, വളരെ വ്യക്തമാണ് ആയത്തിന്റെ ആശയം. അവർ പറയുന്നു ജൂതരവരെ കൊന്നിരിക്കുന്നു എന്ന്. അദ്ദേഹത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ള ആളുകൾ യത്തബിഊന ഇല്ലല്ലന്ന, അവരെന്താണ്? മാലഹും ബിഹി മിൻ ഇൽമിൻ, അവർക്ക് വ്യക്തമായ ഒരു അറിവുമില്ല. ഇല്ലത്തിബാഅല്ലന്നി, ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത്. അവരെ യേശു സ്വയം മരിച്ചു എന്ന് പറഞ്ഞാലും, അല്ല യേശുവിനെ ഞങ്ങൾ കൊന്നു എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ മരണത്തിൽ അവർ വിശ്വസിക്കുന്നവരാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ആ വിശ്വസിക്കുന്ന വിശ്വാസത്തിനെതിരിൽ വയകൂന അലൈഹിം ഷഹീദാ, അവർക്കെതിരിൽ ഈസാ നബി എന്ന് സാക്ഷി പറയും. ആ വിശ്വാസത്തിനെതിരിൽ ഈസാ നബി സാക്ഷി പറയും. ആയത്ത് എത്ര വ്യക്തമാണ്! ഇനി വിശ്വസിച്ചു കഴിഞ്ഞാൽ യകൂന അലൈഹിം ഷഹീദ, വിശ്വസിച്ചവരോട് എതിരാണോ ഈസാ നബി സാക്ഷി പറയേണ്ടത്? അപ്പൊ അർത്ഥം മാറുകയില്ലേ? മറ്റൊരു കാര്യം കൂടെ, ഒരു സാധാരണ ലോജിക്കാണ്. വിശ്വസിക്കാനുള്ള നബിയല്ല ജീവിക്കേണ്ടത്, വിശ്വസിക്കേണ്ട ആൾക്കാരാണ് ജീവിക്കേണ്ടത്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുവാൻ ജനങ്ങളാണ് ജീവിക്കേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവർ വിശ്വസിക്കുന്നുണ്ട്.
എന്നാൽ ഈസാ നബിയിൽ വിശ്വസിക്കാൻ ഈസാ നബിയാണ് ജീവിക്കേണ്ടത്, ഈ അഹ്ലെ കിതാബ് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇമ്മിൻ അഹ്ലിൽ കിതാബി, അഹ്ലെ കിതാബിൽ നിന്ന് ഒരാളും ഒഴിവല്ല. ഇമ്മിൻ എന്ന ഹസറാണ്. കിതാബ് ഓതേണ്ട ആവശ്യമില്ല, നമുക്കറിയാലോ. ആരും ഒഴിവല്ല. ഇപ്പൊ അഹ്ലെ കിതാബൊക്കെ മരിക്കുന്ന ആൾക്കാരോ? ഖുർആൻ ഇറങ്ങി ഇന്നേ വരെ അഹ്ലെ കിതാബ് മരിക്കാൻ പാടില്ല. അപ്പോ ജീവിച്ചിരിക്കുന്ന ആളുകളാണ് വിശ്വസിക്കേണ്ടത്. അവർ മരിച്ചു കഴിഞ്ഞ് ഇനി വിശ്വസിക്കേണ്ട ആള് ജീവിച്ചിരിക്കണം എന്നാ പറയുന്നത്. ഉൾട്ടാ ലോജിക്ക്, നേരെ തലതിരിഞ്ഞ ലോജിക്കാണ്. എന്നാൽ ആയത്ത് വളരെ വ്യക്തമായിട്ട് മറ്റൊരു തലത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വയിം മിൻ അഹ്ലിൽ കിതാബി, അഹ്ലെ കിതാബിൽ നിന്ന് ആരും തന്നെ വിശ്വസിക്കുകയില്ല എന്നതിന് ആരും എന്ന് പറയണമെങ്കിൽ ഒരു വാക്ക് അതിൽ അണ്ടർസ്റ്റുഡാണ്, അത് അറബിയിലില്ല. വയിം മിൻ അഹദിൻ മുഖദ്ദർ എന്ന് പറയതിന് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരാളും എന്ന അഹദിൻ എന്ന വാക്ക് ചേർക്കണം, അപ്പോഴാണ് അർത്ഥം കിട്ടുക. അവിടെ നിങ്ങൾ വയിം മിൻ ഫിറഖിൻ അഹദിൻ എന്ന് നിങ്ങൾ ചേർത്തതിന് പകരം മുഖദ്ദറായിട്ട് അണ്ടർസ്റ്റുഡായിട്ട് വയിം മിൻ ഖബീലത്തിൻ ഒരൊറ്റ ഗോത്രവും ഒരൊറ്റ കക്ഷിയും എന്ന അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ആ ആയത്ത് വളരെ വ്യക്തമാണ്. എങ്ങനെ? ബനൂ ഇസ്രായേലിലേക്കാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത്. ബനൂ ഇസ്രായേലിലുള്ള ഒരൊറ്റ ഗോത്രവും അദ്ദേഹത്തിൽ വിശ്വസിക്കാതിരുന്നിട്ടില്ല. അദ്ദേഹം ആ വിശ്വസിച്ച ആളുകളുടെ മേൽ സാക്ഷിയുമായിരുന്നു. അദ്ദേഹം നസ്രയത്തിൽ വരുന്ന കാലഘട്ടത്തിൽ അവിടെ 2 ഗോത്രങ്ങളാണുള്ളത്. അഫ്ഗാൻ, തിബത്ത് വഴി കശ്മീർ വരെ, കൊച്ചി വരെ, ചെന്നൈ വരെ എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ സമൂഹം. ആ ബാക്കി 10 ഗോത്രങ്ങളെയും തേടി അദ്ദേഹം റസൂലനില ബനി ഇസ്രായേൽ ആയതുകൊണ്ട് ബനി ഇസ്രായേൽ എല്ലാ ഗോത്രങ്ങളിലേക്കും അദ്ദേഹം നിയോഗിക്കപ്പെട്ടവനാണ്. അവരെ തേടിയെത്തി ഓരോ ഗോത്രങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രബോധനം എത്തി എന്നീ ആയത്തിന് വ്യാഖ്യാനിക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വ്യാഖ്യാനം വിശുദ്ധ ഖുർആൻ തള്ളുന്നതാണ്. അപ്പൊ പിന്നെന്താ പറഞ്ഞത്? ഇത് റസൂലുള്ള കൊടുത്ത വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അടുത്തത് പിന്നെ ഇവിടെ സലഫി പറയുന്നത്. ഞാൻ കണ്ണിന ഭയമെന്നേ ചോദിക്കുന്നു. റസൂലുള്ള കൊടുത്തതാണെന്ന് കൂടാളിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് റസൂലുള്ള കൊടുത്തതാണെന്ന് ഏതെങ്കിലും ഒരു ഹദീസ് കൊണ്ട് തെളിയിക്കുവാൻ സാധിക്കുമോ? ആ പ്രസംഗത്തിന്റെ പ്രഭാഷണം ക്ലിപ്പിട്ട് കാണിക്കാം. അതിൽ റസൂലുള്ള പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആയത്ത് ഓതിയത് അദ്ദേഹം. എന്നാൽ ഓതിയത് അബൂ ഹുറൈറയാണ്. അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എവിടെയും റസൂലുള്ള ഈ ആയത്തിന് ഈസാ നബി മരിച്ചിട്ടില്ല എന്ന വ്യാഖ്യാനം നൽകിയത് സഹീഹല്ല, ലൈഫായ ഒരു ഹദീസിൽ പോലും എടുത്തു കാണിക്കുവാൻ സാധ്യമല്ല. ബുഖാരിയിലുമില്ല, മുസ്ലിമിലുമില്ല. എന്നാൽ ബുഖാരിയിലുണ്ട്. ബുഖാരിയിലുള്ളത് മുസ്ലിമിലുമുള്ളത് ഈസാ നബിയുടെ ആഗമനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ആയത്ത് ഓതിക്കൊള്ളുക. അത് ഹദീസ് നിദാന നിരൂപണ ശാസ്ത്രവും അസ്മാഉ റിജാലിനെ കുറിച്ചും സാമാന്യ ബോധമുണ്ടെങ്കിൽ ഈ ഹദീസിന് അർത്ഥം കൊടുത്തുകൊണ്ട് പറയുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഹദീസ് നിദാന ശാസ്ത്രങ്ങളിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. വൽ ഖിസ്മുസ്സാനി മിനർ റുവാത്തി ഹുമുൽ മഅറൂഫൂന ബിൽ ഹിഫ്ളി വൽ അദാലത്തി. ഹദീസിന്റെ നിവേദകരിൽ 2ാമത്തെ വിഭാഗം അവർ പ്രസിദ്ധരാണ് ഹിഫ്ളിലും അദാലത്തിലും സത്യസന്ധതയിലും മനപ്പാഠത്തിലും. ദൂനൽ ഇജ്തിഹാദി, അവരുടെ ഗവേഷണങ്ങൾ ഒഴികെ, അവരായിട്ട് പറയുന്ന ഗവേഷണങ്ങൾ ഒഴികെ. അത് വൽ ഫത്വ, അവരുടെ ഫത്വകളും അവരുടെ വിധികളും ഒഴികെ. അതായത് ഹദീസിന്റെ നിവേദകരിൽ ഒരു വിഭാഗം ആളുകൾ അവരുടെ മനപ്പാഠത്തിലും അതേപോലെ തന്നെ സത്യസന്ധതയിലും പ്രസിദ്ധരാണെങ്കിലും അവരുടെ ഗവേഷണങ്ങൾ ഒഴികെയാണ് ആ സത്യസന്ധതയും മനപ്പാഠവും എടുക്കേണ്ടത്. അതാരൊക്കെയാണ്? അബീ ഹുറൈറ, അബീ ഹുറൈറയെ പോലുള്ള ആളുകൾ, അനസ് ബിൻ മാലിക്കിനെ പോലുള്ള ആളുകൾ. ഉസൂലു നിസാമുദ്ദീൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിമിന്റെ കിതാബ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകൾ സ്വന്തമായിട്ട് ഖുർആന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ അത് അവരുടെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദുകൾ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മനപ്പാഠവും അവരുടെ സത്യസന്ധതയും റിവായത്ത് നിവേദനം എന്ന നിലയിൽ മാത്രമേ ഉള്ളൂ. അവരുടെ വ്യാഖ്യാനങ്ങൾ ശരിയല്ല. അതിന് തെളിവ് ഞാൻ വീണ്ടും വെക്കുന്നു, ബുഖാരിയിലുള്ള ഹദീസ് തന്നെ. ബുഖാരിയിൽ ഹദീസ് വരുന്നു, മാമിൻ മൗലൂദിൻ യൂലദു വശൈത്താനു യമുസ്സുഹു ഹീന യൂലദു.
ഒരൊറ്റ കുട്ടിയും ജനിക്കുന്നില്ല, അവൻ ജനിക്കുമ്പോൾ ശൈത്താൻ അവനെ തൊട്ടുപോകുന്നു എന്ന്. അതിൽ ഇബ്നു മറിയമിനെയും അവരുടെ മാതാവിനെയും അങ്ങനെ തൊട്ടിട്ടില്ല, അവരെ ഒഴികെ എന്നാണ് ഹദീസുള്ളത്. ആ ഹദീസിനെ വ്യാഖ്യാനമായിക്കൊണ്ട് അബൂ ഹുറൈറ പറയുകയാണ്, ഫഖറഊ ഇൻ ശിഅ്തും, ഇതേ കാര്യം തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓതിക്കൊള്ളുക, ഇന്നി ഉഈദു ബിഹാ ബിക വസുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. അതായത് മറിയമിന്റെ മാതാവ് ഓതിയ വാക്യം എന്ത്? ഞാൻ അവളെയും അവളുടെ സുർരിയത്തിനെയും ശൈത്താനെ റജീമിൽ നിന്ന് അവളെ കൊണ്ടും അവളുടെ സുർരിയത്തിന് അവളുടെ സന്താനങ്ങളെ കൊണ്ടും ഞാൻ ശൈത്താനിൽ നിന്ന് അഭയം തേടുന്നു എന്ന് മറിയമിന്റെ മാതാവ് ഓതിയ വാക്യം ഖുർആനിലുണ്ട്. അത് നിങ്ങൾ ഓതിയാൽ മറിയമിന്റെയും അദ്ദേഹത്തിന്റെ മറിയമിന്റെ മകനായ ഈസബിന് മറിയമിനെയും ശൈത്താൻ ജനിക്കുമ്പോൾ തൊട്ടിട്ടില്ല എന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന്. മറിയം കുട്ടിയായി ജനിച്ചതിന് ശേഷമാണ് മറിയമിന്റെ മാതാവ് ഈ ദുആ ചെയ്തതെന്ന് ഖുർആനിലുള്ളത്. അതിന് ഇദ്ദേഹം എന്താ പറയുന്നത്? ജനിക്കുന്നതിന് മുമ്പ് തന്നെ തൊട്ടത്, ആ ജനിക്കുമ്പോ തൊട്ടിട്ടില്ല എന്നാണ്. അപ്പൊ ഖുർആൻ അദ്ദേഹം മനസ്സിലാക്കിയതിൽ അബദ്ധം പിണഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒളു ഉണ്ടാക്കുമ്പോൾ ഖുർആന്റെ അധ്യാപനം മുട്ടുവരെ കഴുകലാണ്, കാലിന്റെ നെരിയാണി വരെ കഴുകലാണ്. എന്നാൽ അബൂ ഹുറൈറ ഖുർആൻ മുഹജ്ജലീനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് കൈയിന്റെ മേലുഭാഗം വരെയും മുട്ടുകാല് വരെയും കഴുകിയിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. അത് അബൂ ഹുറൈറയുടെ ഇജ്തിഹാദാണ്. ആ ഇജ്തിഹാദ് ഹദീസ് നിരൂപണ നിദാന ശാസ്ത്രം അറിയുന്ന ആളുകൾ, സലഫി പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള ഹദീസുകൾ ഉദ്ധരിക്കുമ്പോൾ അവരാ കാര്യത്തിൽ നിപുണന്മാരാണെന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് ഇതവർക്ക് ക്ഷന്തവ്യമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് വേറെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് ഭൂഷണമായിരിക്കാം. എന്നാൽ അബൂ ഹുറൈറയുടെ ഇജ്തിഹാദ് എടുത്തുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ് എന്നുകൂടി പറയാൻ ധാർഷ്ട്യം കാണിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് പറ്റിയ ഒരു അബദ്ധമായി മാത്രം ഞാൻ കണക്കൂട്ടുന്നു. അത് മനഃപൂർവ്വം പറഞ്ഞതാവരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് നൽകുമാറാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹദീസ് ഒന്നുകൂടെ വായിക്കുക. അബൂ ഹുറൈറയാണ് പറഞ്ഞത്, റസൂലുള്ളയല്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക. ഇനി പറയാനുള്ളത്, ഈസാ നബി ആകാശത്ത് നിന്ന് ഇറങ്ങുമെന്ന് ഖുർആനിലുണ്ടത്രേ, ഹദീസിലുണ്ടത്രേ. അതിന് പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. എങ്കിലും ഞാനൊന്ന് ചെറുതായിട്ട് പരാമർശിക്കേണ്ടതുണ്ട്. കൈഫ അൻതും ഇദാ നസല ഇബ്നു മറിയമ മിനസ് സമായി ഫീകും വഇമാമകും മിൻകും എന്ന് ബൈഹഖിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. ആകാശത്ത് നിന്ന് ഇബ്നു മറിയം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഇമാമായി ഇറങ്ങുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് ബൈഹഖിയിൽ ഹദീസ് വന്നിട്ടുണ്ട്. ബൈഹഖിയിലെ ഹദീസ് വന്നതിന്റെ ശേഷം എന്താണ് എഴുതിയത് അറിയോ? റവാഹുൽ ബുഖാരി ഫീ സഹീഹി, ബുഖാരി തന്റെ സഹീഹിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ യഹ്യ ബിനു ബക്കറിൽ നിന്ന് നിവേദനമായിക്കൊണ്ട് വഅഖ്റജഹു മുസ്ലിമും മിൻ വജ്ഹിൻ ആഖർ, മുസ്ലിം അതിനെ മറ്റൊരു നിവേദകന്റെ പേരിലും എഴുതിയിട്ടുണ്ട്. അൻ യൂനുസിൽ നിന്ന് വഇന്നമ. അപ്പോൾ അദ്ദേഹം തുടർന്ന് എഴുതിയിട്ടുള്ള ഈ കാര്യം ബുഖാരിയിലും മുസ്ലിമിലും വന്നത് അവിടെ നിവേദകന്റെ പേര് പറഞ്ഞെഴുതിയിട്ടുണ്ട്. എന്നാൽ ബുഖാരിയിൽ നിവേദകനുമുണ്ട്, ഹദീസുണ്ട്. അവിടെ മിനസ്സമ എന്നുള്ള വാക്കില്ല. അപ്പോ ബുഖാരിയിലുള്ള ഹദീസ് എഴുതുമ്പോൾ ആ നിവേദകന്റെ പേര് പറഞ്ഞതിന് പിന്നെ സലഫിയുടെ സ്വന്തം വ്യാഖ്യാനം അത് ആശയമുള്ള ഹദീസ് എന്നാ പറഞ്ഞത്. അവിടെ പറഞ്ഞിക്കണ ആ ബുഖാരിയിലുള്ള ഹദീസിന്റെ നിവേദകന്റെ പേര് കൂടി പറയുമ്പോൾ ആശയം പറഞ്ഞു എന്നർത്ഥ ഹദീസാ പറഞ്ഞത്. ആ നിവേദകന്റെ പേര് അവിടെയുണ്ട്, നിവേദകനും അവിടെ ഉണ്ട്. അപ്പൊ ബുഖാരിയിൽ ഉദാഹരണമായി ഒരാളെ ഹദീസിന്റെ സെലക്ഷൻ എടുക്കുന്നു. പിന്നെ മിഷ്കാത്തുണ്ട്, മിഷ്കാത്തിൽ ബുഖാരിയിലുള്ള ഹദീസ് മുസ്ലിമിലുള്ള ഹദീസ് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ആശയമുണ്ടെന്ന അർത്ഥം. ഇന്നൊരാള് ഹദീസിന്റെ തെരഞ്ഞെടുത്ത ഒരു ഭാഗം സെലക്ഷൻ എടുത്താൽ, ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബ് എടുത്താൽ ആ ആശയത്തിലുള്ള ഹദീസ് അവിടെ ഉണ്ട് എന്നതിന് അർത്ഥം കൊടുക്കുമോ? അതോ ആ ഹദീസ് തന്നെയാണോ ഉദ്ധരിച്ചത്? ഇവിടെ ആശയമുണ്ട് എന്നാണെന്ന് സലഫി പറഞ്ഞ ആശയം എവിടുന്നാണ് ലോകത്തുനിന്ന് കിട്ടിയത് എന്നാണ് എനിക്കറിയേണ്ടത്. എന്നാൽ അവിടെ ബുഖാരിയിലും മുസ്ലിമിലും ഹദീസിലെ സമായില്ല. പോരെങ്കിൽ ഈ റിവായത്തിലുള്ള ഓരോ റാവിയുടെയും പേര് സിഹത്താണ് എന്ന് ബോധിപ്പോയി. എന്നാൽ സിഹത്ത് അല്ലാതെ ഞാനും ഓതേണ്ടതുണ്ട്. എന്താ പറഞ്ഞറിയോ? ഈ ബുഖാരിയിലുള്ള ഹദീസിലെ ഒരു റിവായത്തിൽ എന്താണ്? അബൂബക്കർ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് ഇബിൻ മുഹമ്മദ് നാഖിദ,
അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ലിസാനുൽ മീസാനിൽ കാന യദ്ദഇൽ ഹിഫ്ള, അദ്ദേഹം മനപ്പാടമുണ്ടെന്ന് വാദിക്കാറുണ്ടായിരുന്നു എങ്കിലും വഫീഹി ബാലു തസാഹിലി, ചില കാര്യങ്ങൾ അദ്ദേഹം മറക്കാറുണ്ടായിരുന്നു. അപ്പൊ മിനസ്സമ എന്ന് അദ്ദേഹത്തിന്റെ മറവിയിൽ വന്നതാണ് എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. മറ്റൊരു റാവി അഹ്മദ് ബിൻ ഇബ്രാഹിമാണ്, അദ്ദേഹവും ലൈഫാണ് എന്ന് ലിസാനുൽ മീസാനിലുണ്ട്. യഹ്യ ബിൻ അബ്ദുള്ളയാണ് മറ്റൊരു റാവി, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണ് ഖാല അബൂ ഹാത്തിമിൻ, അബൂ ഹാത്തിം പറയുന്നു, തുടർന്ന് വലിയൊരു വചനമാണ് ലാ യുഹ്തജു ബിഹി, അത് ഹുജ്ജത്തിന് ന്യായപൂർത്തീകരണത്തിന് ഉപയുക്തമല്ല. വഖാല നസായി, നസായി പറയുന്നു ലൈഫാണെന്ന്. ലൈസ ബിസിഖത്തിൻ, അത് സിഖയല്ല, അത് പ്രാമാണ്യയോഗ്യനല്ല. വഖാല യഹ്യ, യഹ്യ പറയുന്നു ലൈസ ബിശൈൻ, അദ്ദേഹം പറയുന്നു ഒരു കാര്യവും സ്വീകരിക്കാവുന്നതല്ല. തഹ്സീബു തഹ്സീബ്, ഉസൂലുൽ ഹദീസിന്റെ കിതാബ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലൈഫായ റാവികളുള്ളതിനെ സഹീഹായ റാവികളെന്ന് അവതരിപ്പിക്കുക, അതിനുശേഷം ഇല്ലാത്ത ഒരു വാക്യം ഹദീസിലുള്ളത് എടുക്കുക. 1328 ഹിജ്റയിലാണ് ബൈഹഖി ആദ്യമായി പ്രസിദ്ധീകരിക്കുന്നത്. ആ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള ബൈഹഖി കയ്യെഴുത്ത് പ്രതികളാണ്. അതിൽ നിന്ന് ഇമാം സുയൂത്തി ആ ഹദീസ് എഴുതിയിട്ടുണ്ട്, തന്റെ ദുർറുൽ മൻസൂറിലുണ്ട്. അത് ഇമാം ബൈഹഖിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അവിടെ മിനസ്സമാന്നില്ലതാണ്. അപ്പൊ കയ്യെഴുത്ത് പ്രതിയിൽ ഇല്ല എന്നും പിൽക്കാലത്ത് വന്നതാണെന്നും മനസ്സിലാക്കാം, അല്ലെങ്കിൽ റാവികളുടെ തെറ്റുകൊണ്ട് അവരുടെ അബദ്ധം കൊണ്ട് വന്നതാണെന്ന് മനസ്സിലാക്കാം. ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലാത്തൊരു ഹദീസ്, ബൈഹഖിയിൽ മാത്രമുള്ള ഒരു ഹദീസ്. ലോകത്തെ ഹദീസിന്റെ കിതാബുകളിൽ ഒരേ ഒരു കിതാബിൽ മാത്രം അബദ്ധവശാൽ ലൈഫായ റാവികളാൽ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസ് വിശ്വാസ കാര്യങ്ങളിൽ ഹുജ്ജത്താണെന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകൻ സലഫി പ്രസ്ഥാനത്തിന് അപമാനമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരൊറ്റ ഹദീസ്, ഒരൊറ്റ വാക്ക്, ലൈഫായ ഹദീസ്, അതിനെയാണ് ഹുജ്ജത്തായി കൊണ്ടുവരുന്നതെങ്കിൽ അത് ആ പ്രസ്ഥാനത്തിന് ഭൂഷണമല്ലെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം പരിമിതമാണ്. ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹിസ്സലാം പ്രവാചകനാണെന്നുള്ള വാദമുണ്ട്. അദ്ദേഹം ഈസബിന് മറിയമാണെന്ന് വാദിക്കാൻ കാരണം ഈസബിന് മറിയം എന്ന് പറഞ്ഞത് മരിച്ചുപോയി എന്ന് വിശുദ്ധ ഖുർആനും തിരുഹദീസ് കൊണ്ടും തെളിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇമാമക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഇമാമ് എന്നാണ്. മിൻകും എന്ന പ്രയോഗം ഖുർആനിൽ 82 സ്ഥലങ്ങളിൽ വന്നത്. 2 സ്ഥലങ്ങൾ ആലങ്കാരികമായി പറഞ്ഞതെടുത്താൽ 80 സ്ഥലങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ വരുന്ന ഇബ്നു മറിയം ഉമ്മത്തിൽ നിന്നാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു. അതും തന്റെ ഉമ്മത്തിൽ വരുന്ന മസീബിന് മറിയമിന്റെ നിറവും അദ്ദേഹത്തിന്റെ മുടിയും ഇങ്ങനെയായിരിക്കുമെന്നും മുമ്പ് വന്ന മസീബിന് മറിയമിന്റെ നിറവും മുടിയും അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും ബുഖാരിയിൽ തന്നെ ഹദീസ്, ആവർത്തിക്കപ്പെട്ട ഹദീസിലുണ്ട്. ആ ഉമ്മത്തിൽ വന്ന മസീബിന് മറിയമാണെന്നാണ് ഹദ്റത്ത് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാമിന്റെ വാദം. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചുകൊണ്ട് അത് ഇത് എന്ന് പറയുന്ന സലഫി പ്രഭാഷകരോട് എനിക്ക് പറയാനുള്ളത്, മിർസ സാഹിബിന്റെ കിതാബിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഈസാ നബി വരുമെന്ന് നിങ്ങൾ പറയുന്നുവല്ലോ, അത് ഖുർആനിൽ എവിടെയുണ്ട് എന്നാണ്. അങ്ങനെ പറയുമ്പോൾ ഫലമാ തവഫൈതനി എന്ന ആയത്തും ഇന്നി മുതവഫീക എന്ന ആയത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമും ബുഖാരിയും കൊടുത്ത ഹദീസിന്റെ വ്യാഖ്യാനങ്ങളും എവിടെ വലിച്ചെറിഞ്ഞിട്ടാണ് ഈസാ നബിയെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ജീവിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഇതും ജീവിച്ചിരിക്കുന്ന ദൈവമാണ് എന്നല്ലേ സൂറത്തുൻ നഹലിലുള്ള നിങ്ങളെ തൗഹീദ് പഠിപ്പിക്കുന്ന ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നിങ്ങൾ എന്ന് സംബോധന ചെയ്യുമ്പോൾ എന്നോട് വെറുപ്പൊന്നും തോന്നണ്ട, ഇത് ശിർക്കിന്റെ വിശ്വാസമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അല്പം ശക്തിയായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും ഭൂമിയിൽ നിന്നാണ് വന്നത്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലും ഭൂമിയിൽ നിന്ന് വരുന്ന ആളുകളാണ് വരേണ്ടത്. അതാണ് അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് മിർസ ഗുലാം അഹമ്മദ് അലൈഹി ഇസ്ലാം എവിടെയെല്ലാം നബി വരികയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് പഴയ ഈസാ നബി വരില്ല, അതേപോലെ പുതിയ ശരീഅത്തുമായി ഒരു നബി വരില്ല എന്ന 2 വാക്യങ്ങളിൽ 2-1 വാക്യമില്ലാത്ത ഒരൊറ്റ വാക്യവും മിർസ സാഹിബിന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കാൻ സാധ്യമല്ലെന്ന്
കണ്ണന ഭയമെന്നീ ഞാൻ പറയുകയാണ്. അതിന്റെ വാലും തലയും വെട്ടിക്കൊണ്ടാണ് ഇവിടെ കാര്യങ്ങൾ ഉദ്ധരിക്കുന്നത്. അത് നേർക്കുനേരെ ഇരുന്ന് ചർച്ച ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. സലഫി തയ്യാറാണെങ്കിൽ മുമ്പോട്ട് വരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു. എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം. മീർസാ സാഹിബിന്റെ കിതാബിൽ നബി വരില്ല എന്ന് പറഞ്ഞതിന്റെ താഴെ ശരീഅത്തിനെ കുറിച്ച്, ഖുർആനെ കുറിച്ച്, പഴയ ഈസാ നബിയെ കുറിച്ച്, ആ ഈസാ നബി വരികയില്ല എന്നല്ലാതെ തന്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരികയില്ലെന്ന് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ടില്ല. മറിച്ച് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ പൂർവ്വകാലത്തെ ഉമ്മത്തിൽ വന്നൊരു പ്രവാചകന് വരികയാണെങ്കിൽ നുബുവത്തിന്റെ വഹി മുഹമ്മദ് നബിക്ക് നൽകിയതിനു ശേഷം, ഖാത്തമുൻ നബിയീൻ മുഹമ്മദ് നബി ആയതിനു ശേഷം ആ ഉമ്മത്തിലൊരു പ്രവാചകൻ ഇങ്ങോട്ട് വരുമ്പോൾ ഖാത്തമുൻ നബിയീൻ അവസാനത്തെ നബി അദ്ദേഹത്തെ ആക്കേണ്ടി വരും, അവസാനിപ്പിക്കുന്ന പ്രവാചകൻ അദ്ദേഹത്തെ ആക്കേണ്ടി വരും എന്ന അർത്ഥത്തിലാണ് അതിന്റെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും ഖുർആനും ഹദീസ് കൊണ്ടും ഇതിന് മറുപടി പറയുകയാണെങ്കിൽ അതാണ് പറയേണ്ടതെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സത്യം സത്യമാണെന്ന് മനസ്സിലാക്കുവാനും അസത്യം അസത്യമാണെന്ന് മനസ്സിലാക്കുവാനും സത്യത്തെ ഒട്ടിപ്പിടിച്ച് അതിനെ മാറോട് ചേർത്ത് നിൽക്കുവാനും അസത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു നിൽക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ ഞാനും നിങ്ങളും എല്ലാം പോകേണ്ടത് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലാണ്. ആ അള്ളാഹു പറഞ്ഞൊരു കാര്യം കൂടി ഓർത്തുകൊള്ളട്ടെ. അള്ളാഹു മിർസാ ഗുലാം മുഹമ്മദ് അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇന്നി മുഹീനും മൻ അറാദ ഇഹാനതക വ ഇന്നി മുഈനും മൻ അറാദ ഇഹാനതക. നിന്നെ നിന്ദിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ നിന്ദിക്കുന്നവനാണ്, നിന്നെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ സഹായിക്കുന്നവരാണ്. ലോകത്ത് 200ഓളം രാജ്യങ്ങളിലുള്ള അഹമ്മദികൾ നിന്നെ സഹായിക്കുവാൻ ശ്രമിക്കുന്നവരെ ഞാൻ സഹായിക്കുന്നവനാണെന്ന് അള്ളാഹു അദ്ദേഹത്തോട് പറഞ്ഞതിന് സാക്ഷ്യമായി പ്രത്യക്ഷത പുലർച്ചയായി നിലകൊള്ളുന്നുവെങ്കിൽ അഹമ്മദിയ ജമാഅത്തിനെ എതിർക്കാൻ വന്നിട്ടുള്ള ആളുകളുടെ ചരിത്രം നിങ്ങൾ പരിശോധിക്കുക. ആരംഭത്തിൽ നിന്നേ വരെ പരിശോധിക്കുക. ഇന്നി മുഹീനും മൻ അറാദ ഇഹാനതക. നിന്നെ നിന്ദിക്കാൻ ശ്രമിക്കുന്നവനെ ഞാൻ നിന്ദിക്കുന്നവനാണെന്ന് അള്ളാഹു പറഞ്ഞ വാക്യവും നിശ്ചയമായും ഇന്നേ വരെ നാളിതുവരെ പുലർന്നിട്ടുണ്ട്. ഇനിയും അത് പുലരാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോട് കളിക്കരുത്. പറഞ്ഞാൽ നീ സിംഹങ്ങളുടെ മേൽ കൈവെക്കരുത് എന്ന് മിർസാ സാഹിബ് പറയുന്നു. അള്ളാഹുവിൽ നിന്ന് വരുന്നവരെ ലൽക്കാറിന അച്ഛാനഹി അവരെ വെല്ലുവിളിക്കുന്നത് നല്ലതല്ല. റബ്ബാണ് സത്യം, എന്നെ അയച്ചവൻ റബ്ബാണ്. ആ റബ്ബിനോട് നിങ്ങൾ കരഞ്ഞു ചോദിക്കുക, ആ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് സത്യാസത്യ വിവേചനത്തിന് വേണ്ടി ഖുർആനും ഹദീസും നിങ്ങളുടെ മുമ്പിലുണ്ട്, അത് വെച്ച് നിങ്ങൾ ചിന്തിക്കുക എന്നുപദേശിച്ചുവെങ്കിൽ അത് വെച്ച് ആ ഉപദേശത്തെ സ്വീകരിച്ച് സത്യത്തെ മനസ്സിലാക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനെ വളച്ചൊടിക്കുവാനോ ഇല്ലാത്തത് പറയുവാനോ അല്ല ശ്രമിക്കേണ്ടത്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാണ് സത്യം, അവനെ മുൻനിർത്തിക്കൊണ്ട് ഹാദിറും നാദിറുമായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നു, അവന്റെ എല്ലാ ശിക്ഷകളും ഞങ്ങളിൽ ഇറങ്ങട്ടെ. അതല്ല തിരിച്ചാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. അള്ളാഹുവിന്റെ ഇടുക്കി തലയിൽ വീഴട്ടെ. ഞാൻ പറഞ്ഞത് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. ആ റബ്ബാണ് സത്യം, അവന്റെ ഖുർആനാണ് പറഞ്ഞത്, പ്രവാചകന്റെ വചനങ്ങളാണ് പറഞ്ഞത്. സത്യം പറയുക, എത്തിക്കുക എന്ന കർത്തവ്യം ഞങ്ങളോ ചെയ്യട്ടെ. സന്ദേഹം വിട്ട് സത്യം ഗ്രഹിക്കുവാൻ അള്ളാഹു നിങ്ങളെ തുണക്കട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹു പറഞ്ഞു, ബड़ी जोर आवर हमलों से तेरी सच्चाई को जाहिर करूंगा. ശക്തിമത്തായ ആക്രമണങ്ങളാൽ നിന്റെ സത്യത്തെ ഞാൻ വെളിപ്പെടുത്തുന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അഹമ്മദിയ ജമാഅത്തിന്റെ ശത്രു എത്രമാത്രം ശക്തി ചെലുത്തുമോ അത്രയേറെ മിർസാ സാഹിബിന്റെ സത്യം വെളിപ്പെടുന്നതായിരിക്കും. എല്ലാ ആക്ഷേപങ്ങൾക്കും മറുപടി ഉണ്ട് എന്നറിയിക്കുകയാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിർത്തുന്നത്. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയെ വളരെ നിസ്സാരനായിട്ടും ഒന്നിനും കൊള്ളാത്തവനും നഊദുബില്ലാ ആയിട്ടുമാണ് കൂടാളിയിലെ പ്രഭാഷകൻ അവതരിപ്പിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ന് പറഞ്ഞ ആ വാഗ്ദാനം അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ആ സന്ദേശം ഇന്ന് ശാസ്ത്രലോകത്ത് ഒരു ചർച്ചയായിരിക്കുകയാണ്. മാതൃഭൂമിയിലെ അടുത്തു വന്ന ഒരു ഉദ്ധരണിയിലെ ചില വചനങ്ങൾ ഞാൻ കേൾപ്പിക്കാം. മാതൃഭൂമി വാരാന്ത പതിപ്പ് 2012 ഏപ്രിൽ 22 ഞായർ, പേജ് 3. കശ്മീർ താഴ്വരയിലെ കന്യാമറിയത്തിന്റെ കല്ലറ. അതിൽ പറയുന്നു, ദൈവപുത്രൻ യേശുക്രിസ്തുവിന്റെ ശവക്കല്ലറ ശ്രീനഗറിലെ റോസാബൽ പട്ടണത്തിലെ കനിയാർ എന്ന സ്ഥലത്താണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. യേശു കുരിശിൽ നിന്ന് രക്ഷപ്പെട്ട് മാതാവായ കന്യമറിയവുമൊത്ത് കശ്മീരിലേക്ക് വന്നെന്നും അവിടെ വെച്ച് അന്തരിച്ച അദ്ദേഹത്തിന്റെ ഖബറിടമാണ്
കാനിയാറിലുള്ളതെന്നുമാണ് വിശ്വാസം. അഹമ്മദിയ മതക്കാരാണ് ഈ വിശ്വാസം പ്രചരിപ്പിച്ചത്. അവരുടെ മതസ്ഥാപകനായ മിർസാ ഗുലാം അഹമ്മദാണ് യേശുവിന്റെ കല്ലറ കശ്മീരിലുണ്ടെന്ന് ആദ്യം പറഞ്ഞത്. ഈ കഥയിൽ യേശുവിനോടൊപ്പം വന്നുവെന്ന് പറയപ്പെടുന്ന മാതാവ് കന്യാമറിയത്തിനും കശ്മീർ താഴ്വരയിൽ ഒരു കബറിടമുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനിലാണ്. മറിയത്തിന്റെ പേര് ധ്വനിപ്പിക്കുന്ന മറി എന്ന പ്രശാന്തസുന്ദരമായ മലനിരകളിലാണ് കന്യാമറിയത്തിന്റെ കബറിടം കാണുന്നത്. മറിയയിലെ മറിയത്തിന്റെ ശവകുടീരത്തെപ്പറ്റി ഗഹനമായ ഗവേഷണങ്ങളൊന്നും നടന്നിട്ടില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചില ആർക്കിയോളജിസ്റ്റുകൾ ഇവിടെ പര്യവേഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അവരുടെ കണ്ടെത്തലുകൾ ഇനിയും വെളിച്ചം കണ്ടിട്ടില്ല. അതെന്തായാലും ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗവും നല്ലൊരു ശതമാനം മുസ്ലിങ്ങളും ഖാനിയാറിൽ കാണുന്ന ശവകുടീരം യേശുവിന്റേതാണെന്നും മറിയിലേത് കന്യാമറിയത്തിന്റേതാണെന്നും വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ഈ ലേഖകൻ അൻസാരി പറയുന്നത് ഇന്ന് വളരെ സുഗമമായ നിലയിൽ ഇത് കണ്ടെത്താൻ കഴിയും. DNA ടെസ്റ്റ് നടത്തിയാൽ മാത്രം മതി. അത് വിദൂരമല്ലാത്ത ഭാവിയിൽ സംഭവിക്കുകയും ചെയ്യും. അത് യേശുവിന്റെ ഖബറാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മതത്തിന്റെ അടിത്തറ തന്നെ പൊളിയുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ദജ്ജാലിനെ കൊല്ലുമെന്ന്. അതുപോലെ തന്നെ ഈ ഹരീശ്രീ ക്ലാസിക് 2010 കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന മാതൃഭൂമിയുടെ ഒരു പ്രസിദ്ധീകരണമാണ്. അതിൽ 20 പേജോളം ഈസാ നബിയുടെ ചരിത്രം മുഴുവൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹസരത്ത് മിർസാ ഗുലാം അഹമ്മദിന്റെ മസീഹ് ഹിന്ദുസ്ഥാൻ മേ എന്ന ഉറുദു ഗ്രന്ഥവും 1889 യേശു ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്ന് വാദമുയർത്തുന്നു. അങ്ങനെ മിർസാ സാഹിബിന്റെ ഓരോ വാദവും ഇതനുസരിച്ചിട്ടാണ് വരുന്നത്. ഇനി ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥമായ ത്രിയേകത്വവും ജന്മഭാവവും സംബന്ധിച്ച ഇസ്ലാമിക ലേഖനത്തിലെ സംശയങ്ങൾക്കുള്ള മറുപടിയിൽ ജി തേറയിൽ പറഞ്ഞ ഒരു ഉദ്ധരണി കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അദ്ദേഹം അതിൽ പറയുന്നു, യേശു ദൈവപുത്രനല്ലായിരുന്നെങ്കിൽ അവൻ അപ്പനില്ലാതെ ഒരു കന്യകയിൽ ജനിച്ചത് എങ്ങനെ? മുസ്ലിങ്ങളോട് ചോദിക്കുകയാണ്. യേശു ജനിക്കുന്നത് സംബന്ധിച്ച സന്ദേശവുമായി ഒരു ദൈവദൂതനെ ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ചത് എന്തുകൊണ്ട്? വീണ്ടും ചോദിക്കുന്നു, ദൈവം തന്റെ വചനത്തെ മറിയയുടെ ഉദരത്തിലേക്ക് ഇട്ടുകൊടുത്തെന്നും യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് ശക്തീകരിച്ചെന്നും അവന് ജ്ഞാനവും വചനവും ദൈവവും നൽകിയെന്നും അവനെ ഈ ലോകത്തും പരലോകത്തും ഉന്നത സ്ഥാനീയനാക്കിയെന്നും ശിശുവായ യേശു തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്റെ പ്രവാചകത്വത്തെക്കുറിച്ച് ജനങ്ങളോട് സംസാരിച്ചുവെന്നും അവനൊരു പക്ഷിയുടെ രൂപമുണ്ടാക്കി അതിന് ജീവൻ നൽകിയെന്നും അവനെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തിയെന്നും ഒക്കെ അതിശ്രേഷ്ഠമായ കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് ഖുർആനിൽ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ട്? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു കാര്യം പോലും മുഹമ്മദ് നബിയെ കുറിച്ച് ഖുർആനിൽ പറയാത്ത സ്ഥിതിക്ക് യേശുവിനെ മുഹമ്മദിനെ പോലെ ഒരു സാധാരണ പ്രവാചകൻ മാത്രമാണെന്ന് പറയുവാൻ ഇസ്ലാം ജനത എങ്ങനെ ധൈര്യപ്പെടുന്നു? എന്നാൽ യേശു ദൈവപുത്രൻ തന്നെയെന്ന് മുഹമ്മദും ഇസ്ലാം ജനത മുഴുവനും മറ്റെല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ ഏറ്റുപറയുന്ന ഒരു ദിവസം വരാൻ പോകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. വീണ്ടും പറയുന്നു, യേശു രണ്ടാമതും വരുമെന്ന് ക്രിസ്ത്യാനികളോടൊപ്പം ഇസ്ലാം മത വിശ്വാസികളും വിശ്വസിക്കുന്നതായി പറഞ്ഞുവല്ലോ. എന്നാൽ അത് എല്ലാവരെയും ഇസ്ലാമാക്കി മാറ്റാനാണെന്നൊരു വ്യാജ പ്രസ്താവന ഇസ്ലാം ജനതകൾക്കിടയിൽ വ്യാപകമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു വ്യാജ പ്രസ്താവന മാത്രമാണെന്ന് സത്യസന്ധരായ സത്യാന്വേഷികളായ ഇസ്ലാം ജനത മനസ്സിലാക്കുക. ഒടുവിൽ വഞ്ചിതരാകാൻ ഇടയാകരുത്. യേശു രണ്ടാമതും വരുമെന്നത് തീർച്ചയാണ്. അതിനുള്ള കാലലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നതിനാൽ ആ വരവ് അതിവിദൂരമല്ല എന്നതാണ് ക്രിസ്തീയ വിശ്വാസം. ക്രിസ്തീയ ഭക്തന്മാർ അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൻ വരുന്നതാകട്ടെ തന്നെ മാനസാന്തരത്തിലൂടെ രക്ഷകനായി അംഗീകരിച്ച് വിശുദ്ധമായി ജീവിക്കുന്ന വിവിധ ജാതമതസ്ഥരിൽ നിന്നുള്ള ഭക്തന്മാരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ്. യേശുവിന് വേണ്ടി ജീവിതമർപ്പിച്ച ഇസ്ലാം മതത്തിൽ നിന്നുള്ളവരും അതിലുണ്ടാവും. അതിനെക്കുറിച്ച് ബൈബിളിൽ ഇങ്ങനെ ദീർഘമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണിത്. ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചുപോയിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ വ്യക്തമായും പറഞ്ഞതാണ്. അദ്ദേഹം ഇനി തിരിച്ചു വരികയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്യാസിന് സദർശനായി യഹ്യ വന്നതുപോലെ ഈസാ നബിക്ക് സദർശനായി ഹദരത്ത് മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അല്ലാഹു തആല അയച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധതയോട് നോക്കുകയാണെങ്കിൽ, കാര്യത്തിന്റെ ആ ഗൗരവം മനസ്സിലാക്കി നോക്കുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ച പോലെ നിങ്ങൾക്കും വിശ്വസിക്കാൻ കഴിയും. അല്ലാഹു തആല നിങ്ങൾക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആയോടുകൂടി യോഗം പിരിയുന്നതാണ്. ദുആ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.